ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചീലാവിൻ്റെ മുളക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ: പൊടികൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവ, വാളംപുളി 1 നെല്ലിക്ക വലിപ്പത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു പിഴിഞ്ഞെടുക്കാൻ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു ചെറിയ സവാള അരിഞ്ഞത് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില. ഇത്രയുമാണ് ആവശ്യം. ഇനി ഇതെങ്ങനെ വെക്കണമെന്ന് നമുക്ക് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പൊട്ടി വരുന്നുണ്ട്. 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഈ സവാള ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒരു ചതച്ചിട്ട് കൊണ്ടുവരാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല രുചിയുള്ള ചീലാവ് മുളകരട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ചെയ്തു നോക്കണം. ആദ്യമേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സവാള ഇട്ട് കൊടുക്കുക. ചതച്ച സവാള ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത്രയും ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ ചേർക്കാം. പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം. രുചിയുള്ള ഒരു കറിയാണിത്. എല്ലാവരും ചെയ്തു നോക്കണം. ഇതെല്ലാവർക്കും മുളക് കറി വെക്കാൻ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും എല്ലാം എളുപ്പമാണ് ഈ കറി വെക്കാൻ. ഉള്ളിയുടെ പച്ചമണം നല്ലവണ്ണം മാറ്റിയെടുക്കണം. സവാളയുടെയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കും. തീ കുറച്ച് വെച്ച് നല്ലവണ്ണം ഒന്ന് പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം വറുത്ത് കൊടുക്കും. നല്ല മണം വരുന്നുണ്ട്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ളതും പെട്ടെന്ന് ആവുന്നതുമായ കറിയാണിത്. വാളംപുളി പിഴിഞ്ഞു വച്ചിരിക്കുന്ന വെള്ളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. തീ ചെറുതായിട്ട് കൂട്ടി വെച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. ഉപ്പും എരിവും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഈ വീട്ടിലെല്ലാവരും കഴിക്കുന്ന അളവിലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കൂടെ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കാം.
ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഒരു നുള്ളു കൂടെ ഇട്ട് കൊടുക്കുന്നതാണ്. ഉപ്പ് കുറച്ചുകൂടെ വേണ്ടി വരുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കറി ഇനി കുറച്ച് നേരം നല്ലവണ്ണം ഇട്ട് തിളപ്പിക്കണം. നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. കറി നല്ല മീൻ കറിയുടെ നല്ല മണം വരുന്നതിന് വേണ്ടി കുറച്ച് കൊറക്കാപ്പുളി 2 പീസ് ഇട്ട് കൊടുക്കണം. കറി നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. ഞാൻ ചീലാവാണ് കറി വെക്കുന്നത്. നല്ല രുചിയുള്ള മീനാണിത്. നല്ലവണ്ണം ഇളക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീൻ വേവാൻ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം തീ കൂട്ടി വെച്ച് തിളപ്പിക്കണം. 10 മിനിറ്റ് തിളക്കാൻ വിടുക. കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. മീനും വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചീലാവ് മുളക് കറിയാണിത്. തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടി എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോൾ അടുപ്പണച്ച് കറി അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. കുറച്ച് നേരം അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കണം. ചീലാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്ത ശേഷം അടുപ്പിൽ നിന്നും മാറ്റുക. നല്ല രുചിയുള്ള ചീലാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വിതറി ഗാർണിഷ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. ഇത് പ്രവാസികൾക്കും ആദ്യമായിട്ട് കറി വെക്കാൻ പരിചയമില്ലാത്തവർക്കും ബാച്ചിലേഴ്സിനും എല്ലാം നല്ല എളുപ്പത്തിലും രുചിയുള്ളതുമായ ഒരു കറിയാണിത്. ഞാൻ ചീലാവിട്ടാണ് വെച്ചത്. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.